ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു രീതിയിൽ എം ഷോട്ടിനടുത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നേക്കണമെന്ന് പറഞ്ഞാൽ മറ്റേ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ്. നമ്മൾ കുറച്ച് കാർപ്പിനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ക്രോസ് പോയിച്ചിട്ട്, അപ്പോൾ അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെന്താ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ എല്ലാവരും. പിന്നെ എന്താ പറയാമെന്ന് വെച്ചാൽ, അന്ന് തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് വിഷം കളിക്കുകയെന്നൊക്കെ. അതല്ല, ഇത് നമ്മുടെ നാട്ടിൽ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. രണ്ട് തരത്തിൽ മീൻ പൊന്താറുണ്ട്. ഒന്ന് ഇങ്ങനത്തെ വെള്ളം തിരിക്കാടാകുമ്പോൾ, രണ്ടാമത് കാരണം ഉപ്പ് വെള്ളം കയറി വരുമ്പോൾ നല്ല വെള്ളത്തേക്ക് അങ്ങനെ പൊന്നിട്ടാ. അപ്പോൾ പിന്നെന്താ, കറക്റ്റ് സമയത്ത് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായി മീൻ കിട്ടും. നമുക്ക് അന്ന് ഏകദേശം എത്രയാ 10-64 മുകളിൽ കിട്ടിയിട്ടുണ്ടായി. നമുക്ക് വലിയ മീനുകൾ, ചെറുതിനെ നമ്മൾ കൂട്ടിയില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രിങ്ങിൽ, നമ്മൾ മറ്റേ ക്രോസ് പോയിൻ്റ് സ്ട്രിങ്, അത് മീനടിച്ച് പൊട്ടിപ്പോയിട്ടാണ്. പിന്നെ നമ്മൾ സ്ലിംഗ് ഷോട്ടിൽ അടിക്കുന്ന കാരണം വലിയ മീനുകളായ കാരണേ അത് കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കയറി കഴിഞ്ഞാലും എത്രത്തോളം കയറിയെന്ന് അറിയാണ്ട് ഇപ്പോൾ കുറച്ച് എന്താ പറയുക പതുക്കെയാണ് പിടിച്ചത്. അപ്പോൾ വീഡിയോ അത്യാവശ്യം ലെങ്ത്തിന് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണുക. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാര്യങ്ങളെങ്കിൽ അടിയിൽ കമൻസ് ആയിട്ട് ചോദിച്ചാൽ മതി, അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞുതരാം. പിന്നെ എന്താ പറയുക, അന്നത്തെ പിറ്റേ ദിവസമാണ് നമ്മൾ പോയത്. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനുകളൊന്നും അത്ര മയച്ചിലൊന്നും ഇല്ല, എല്ലാവരും നോർമലായിട്ട് തന്നെ. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഓരോ മീനും പിടിച്ചിട്ട് വീഡിയോ കണ്ടിട്ട് പോയോ. അപ്പോൾ എല്ലാവർക്കും ബൈ. തൊഴി വീപ്പേട്ടാ, ബാക്കിലൊക്കെ പൊന്നുണ്ടോ വീപ്പേട്ട. റൈറ്റിൽ തൊഴി വേഗം തൊഴി വീപ്പേട്ട, വേഗം തൊഴി. ഇല്ല തോന്നോ, ആ കൂട്ടം ഇങ്ങനെ നിൽക്കുക. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇതാണ് മറ്റെന്താ പറയുക, വലിയ മയക്കിലില്ല. ബാക്കിലത്തെ എനിക്ക് ക്യാമറ ആണല്ലോ ഇപ്പോൾ. എന്ത് ചെയ്യണ, വലിച്ചു പറിച്ച് തരണോ? നേരെ പുറത്തേക്ക് വേണം. എനിക്ക് വേണ്ട, അത് ഓടി കഴിഞ്ഞിട്ടാ. നമുക്ക് അടിക്കായിരുന്നതാ. വിപിട്ടൻ മീനിൻ്റെ ഫ്രണ്ടിക്ക് തുഴഞ്ഞേ, അപ്പോൾ അത് പൊന്തോടാ. അപ്പോൾ കോരാം. അപ്പന് വല കൊടുക്ക്. അപ്പേ ഇല്ലേ വിപിട്ടൻ, ലെഫ്റ്റ്. ആ, അപ്പോൾ എന്നോട് പൊന്തിച്ച് നമുക്ക് അവിടെ അപ്പനെ കോരാം. അത്രയും ടൈം പോവില്ല. ബാക്ക് ടൈറ്റ് ആയിട്ടുള്ളൂ. അത് മേക്കല്ലേ, ഹാൻഡിലും നിറല്ലേ കേട്ടോ. അപ്പോൾ ഉച്ചിട്ടിയറ അപ്പോൾ പൊന്തും ഇവിടെ ഇങ്ങോട്ട്. അപ്പൂ കുരുവാളയാ? ഓ, എടുക്ക് വല എടുക്ക്. ഫ്രണ്ടിക്കിട്ട്. അവനല്ലല്ലോ ഇത്. അല്ലല്ല, ഇത് വേറെയാ. ഇത് ഇവിടെയാണ് ഇത്. ആണോ, നല്ല ഇതുണ്ട്, ഉഷാറുണ്ട്. അപ്പൂ ഓഫ് നോക്കിയേ, പോണൊക്കെ നല്ല ഇതുണ്ടാ. നല്ല ഉഷാറെന്ന് പറയേ. കിണ്ടി ഷോട്ട് അടിക്കാം. ആ
റിസ്ക് എടുക്കില്ല. ഇവിടെ തുഴഞ്ഞാൽ വേണ്ട തുഴഞ്ഞാൽ ഫ്രണ്ടിക്ക് തുഴഞ്ഞാൽ മീനിൻ്റെ ഫ്രണ്ടിക്ക് തുഴയും. അപ്പോൾ പിന്നെ അത് ഇതാവും. നേരെ 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 ഇപ്പോൾ പൊന്തിട്ടാ പോവാ. അപ്പോൾ വലയിലേക്ക് പൊന്തിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ തൊഴി ഇപ്പോൾ പൊന്തിക്കില്ല വേഗം തൊഴി. അപ്പോൾ നല്ലതുണ്ട്. ചേട്ടാ പൊന്താണ് വലയിൽ നൂല് പെട്ടെന്ന് കേട്ടോ. കുരുകൾ തരുമോ? ഞാൻ പിടിക്കാം. അതല്ല നല്ലത്. എനിക്ക് മീനിൻ്റെ ഫ്രണ്ടിൽ എത്തിച്ച് കിട്ടിയാൽ മതി. മീനടിയില്ല ഇത് പിടിച്ചപ്പോൾ ബിബിയുടെ മീൻ ബാക്കില്ല. ഓക്കെ കേട്ടപ്പോ കേട്ടോ ഓടി. ബേബിയേട്ടൻ ഇവിടെ നിറ നന്നായി കയറി അല്ലേ അത് തിരിച്ച് ഇറങ്ങി പോരും. അതേപോലെ അയ്യോ ബെസ്റ്റ് ഒരു കെട്ടുണ്ട് ഭാഗ്യം. ചാക്ക് നീർത്തിട്ടാ മതിയാ? ഓക്കെ വാ പോവാ. നീ അതെങ്ങനെയാ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മതി മിണ്ടാണ്ട് വിവേട്ടൻ താഴെ കണ്ട. ഞാൻ കണ്ടില്ലേ ഇത്. ഞാൻ അവിടെ തന്നെ നോക്കിക്കോ ഇട്ടാ. എടാ ചാക്ക് നീ ചെരിച്ചു ഇത് വല ചെരിച്ചു വെക്കി ഇങ്ങനെ മനസ്സിലായ? അന്ന് ചാക്ക് തുറന്നേക്കി. വിബേട്ട നോക്കല്ലേ നൂല് കഴിഞ്ഞ് ടൈറ്റ് ആയതാവും. വിബേട്ടാ മീൻ പൊക്കൊണ്ടിരിക്കുക. റൈറ്റ് സെറ്റായാ പോവാ. റൈറ്റ് ആ കൂട്ടത്തിലേക്ക് വേണം. അപ്പോൾ പതുക്കെ ചുറ്റിക്കോ. റൈറ്റ് ഏതാ ചിട്ടോ പതുക്കെ ചുറ്റിക്കോ. അങ്ങനെ അത്ര സ്പീഡിൽ ചുറ്റണ്ട. നോക്കിയേ ഇവിടെയൊക്കെ പൊന്തിക്കണം. നനയ്ക്കണ ബേബിയേട്ടാ. നോക്കിയതാ കൂട്ടത്തിലേക്കാ പോണം. അപ്പം ഞെക്കിക്കോ. വലിച്ച എങ്ങനെ പോലും പോരുന്ന കാരണം മറ്റേ ലോക്ക് ഇട്ടിട്ടില്ലല്ലോ. ലോക്ക് ഇട്ട് ഞാൻ പ്രത്യേകം അറിയോ ഊരിട്ട് എളുപ്പല്ലേ മനസ്സിലായാ? അപ്പൂ ഇതപ്പുറത്തേക്ക് വയ്ക്കും. ഒരു സൈഡിലേക്ക് വയ്ക്കി സാധനം. ഇപ്പുറത്ത് എവിടെയും പൊന്തും. അപ്പൂ റെഡിയാ? ഇപ്പുറത്ത് വലതുവശത്ത് ഇട്ടോ ഇട്ടാ റെഡിയാ? ഇല്ല വേണ്ട ഇപ്പുറത്തേക്ക് മീൻ ഓടിക്കൊണ്ടിരിക്കുക. വീട് വലത്ത്
അതെന്തിട്ട് എല്ലാവരും പറയുന്നത് എന്തിട്ട് ശരിക്കും കഥ? അപ്പു റെഡി? ഇവിടെ നിർത്ത് തിരിച്ചോടി. മറ്റേ ഫിന്നിമ. ഓ അയ്യോടാ. ആ തിരിക്കി വഞ്ചി തിരിക്കി. അങ്ങടല്ല തിരിച്ച് തിരിക്കി. ആ അങ്ങനെ തിരിച്ചോ. ആ പുറത്തേക്ക് വന്നു. ഇത് പിടിച്ചാ ബാക്ക് പിടിക്കട്ടോ, ബാക്കിൽ. ആ വലയമേ നൂലോട്ടാണ് നോക്കിയോളോ. അല്ല തമാശ അല്ലെങ്കിൽ പൊട്ടി പോവാതാ. വേറെ ബ്രൈഡ് പിന്നെ കയറ്റി ഇറങ്ങി സമയവും. പങ്കായത്തുമ്പോൾ നോക്ക്, പങ്കായം. അപ്പു നമുക്ക് അത് അടുത്തതും ചിലപ്പോൾ കൂട്ടാ. കണ്ടില്ലേ? ആണ്ടതേ പോയി. നല്ല കയറിയുണ്ട്, പക്ഷെ അത് ഊരിപ്പോടാ. അതിന് ലോക്ക് ഇട്ടില്ല. അതേ സ്പീഡിൽ ഇപ്പം സുഖമായിട്ട് കയറ്റി എടുത്തില്ലേ ഇതേട്ടാ. അപ്പു പിടിക്ക്. മറ്റേ കൈ ഇതിലും ഇതിൽ പിടിക്കണ്ട. പൂവേ സൈസ് ഉണ്ട്. എന്നാ അപ്പുറത്തേക്ക് എത്തിയിട്ട് കാര്യമില്ല. അത് തിരിച്ചു വരുമ്പോൾ സുഖമായിട്ട് ഊരിപ്പോരും. വലയിൽ പെട്ടുണ്ട്. ആ അല്ലെങ്കിൽ ഒരു ഐ ഡി ചെയ്യപ്പോ ആ ത്രെഡ് ഊരി അന്നെ. അപ്പുറത്തോട്ട് ഊരി അപ്പുറത്ത് പോവും. അപ്പുറത്ത് പിടിക്കണം. അപ്പുറത്ത് കമ്പി പിടിക്കണം, അല്ലെങ്കിൽ അത് വെള്ളത്തിൽ പൂട്ടാ. അവസാനം മൂഞ്ചും. ആ ഓക്കെ അത് കേട്ട്. ആ ചാക്ക് വിരിച്ചിട്ടിട്ട് പോയില്ലേ വീണ്ടും പവർ ഉണ്ടാവും എന്നുള്ള കാര്യം. അതെ ലോങ്ങിന്നാ. ഇങ്ങോട്ട് വീപ്പേട്ട ഇങ്ങോട്ട് എന്നിട്ട് ദീപാടാ. ആ വെള്ളം ഫ്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ പതുക്കെ ചിറ്റിക്കറോ. ചെറിയ മീനാകുന്നുണ്ട്. ഇവിടെ വലുത്ത് അത്ര ഫുള്ളായിട്ട് അടുത്ത് വരച്ചിട്ടുണ്ടോ? മതി ഞെക്കിക്കോ. അപ്പോൾ നമുക്ക് റൈഡ് അടിച്ചിട്ട് വരാമെന്നൊക്കെ. നമുക്ക് റൈഡ് പോയിട്ട് വരാമെന്നൊക്കെ. ഇവിടെ വലുത്ത് ഏതാ? ആരും വന്നിട്ടില്ല. മീൻ പൊന്താള മൂടാണല്ലോ. അപ്പോൾ അതൊക്കെ ചിറ്റിക്കറ കുറച്ച് പൊന്തോളം മൂടാട്ടോ മീൻ്റെ. പെട്ടെന്ന് തന്നെ പൊന്തത്. അതൊക്കെ ചിട്ടണം. ചിറ്റി ഞെക്ക്. അതെ മീൻ ഇടത്തിട്ട് എന്നെ തട്ടിട്ടിരിക്കോട്ടോ. മതി മതി നൈസായിട്ട്. അല്ലേ അതേ നൈസായിട്ട്. ജീവനിൽ കൊതിയുണ്ട്. എടാ ക്യാമറ തുടയ്ക്കണം. മഴ പെയ്ത മഴയുണ്ടോ ചോദിക്കണേ. മഴത്തുള്ളി അതിൻ്റെ ആർക്ക് ആണത് പാവസ്റ്റാ. വാലിപ്പോണ്ടാ. ഇവിടെ നിക്ക്. എവിടേക്ക് പോണേ? മീൻ പോണ്ട്. ഇവിടെ നിക്ക്. മതി. അത്ര സ്പീഡ് വേണ്ട. നിർത്ത്. അതേ അപ്പിയിട്ട് മീൻ ചിലപ്പോൾ ഒറ്റ തിരി കണ്ടില്ലേ? ഇപ്പോൾ മനസ്സിലായ? അതെ ഞാനിവിടെ ഇരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റില്ല. എയർ കുറവാകണ്ട പറഞ്ഞത് ഈ മനുഷ്യനോട്. എയർ കുറവാന്ന്
അന്ന് പക്ഷെ ഇത്രയല്ല അടിച്ചണം അപ്പോൾ നമ്മൾ. അതെ അത് അടിക്കണമായിരുന്നു. മതി മതി നിർത്തിക്കോ. ആ ഇതേ പൂന്ന് പറഞ്ഞു പിടിക്കാറാണ്. അപ്പേ ഇതേ പൂണോക്കി 2 ഓളത്തിൽ വലിച്ച് പൊക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല ഉഷാറുണ്ട് മോനെ. അവിടെ നിന്ന് ഇവിടെ വരെ ഇത്രയൊന്നും വരാറില്ലേ? തല നോക്കി കൊടുക്കണം ശരിക്കാന്ന് വെച്ചാ. വലത്തോട്ട് എൻ്റെ കൈ നോക്കിയാൽ മതി. വേണ്ട ഇവിടെ കുറച്ച് ഫ്രണ്ടിക്കേ. ഇതെന്താ പൊന്താത്ത? അതല്ല അത് കൂടുതലുള്ള എൻ്റെ കളഞ്ഞതാ. ചുറ്ററ കുറച്ച് ഇവിടെ നിർത്ത്. നമുക്ക് അപ്പുറം തന്നെ അടിച്ചിട്ട് വരാന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റുള്ളത്. അപ്പു ഞെക്ക് ഇവിടെ റൈറ്റ്. ആ ഇവിടെ നിർത്ത്. തിരി ഓവർ തുഴയണ്ട. പൊന്തിയതാ ഓവർ തുഴയണ്ട. അപ്പു കോലട നീ ഇടത് കയ്യില് ഗണ്ണും വലത് കയ്യില് അല്ലെങ്കിൽ അങ്ങനെ പിടിക്കുക. അല്ലാണ്ട് രണ്ട് കയ്യില് ക്രോസ് പോലെ പിടിക്കല്ലേ. കണ്ണു പിടിക്കറ വലക്കി കണ്ണുണ്ട് ലെങ്ത് കുറവായിരുന്നു. നല്ല ഇതുണ്ട്. പിടിച്ചേ അത് വീഡിയോ ഇല്ല. വീഡിയോ ഉണ്ടാ വെക്കറ കഴിഞ്ഞു കേട്ടോ. ആ പിന്നെ എപ്പോഴും കിട്ടും ഇങ്ങനെ. അതാ പറഞ്ഞ എപ്പോഴും കിട്ടുന്നു ഇങ്ങനെ. പൊളിച്ചില്ലേ എന്തിനാ കാണിക്കണേ? ഒരട്ടപ്പൂ കമോൺ താത്തി പിടിക്കുക. അങ്ങനെയല്ല ഇത് വിട്. ഇവിടെ പിടിക്ക്. ഇത് വിട്. മീൻ പിടിച്ചാൽ മതി മാത്രം. എന്നിട്ട് ഇതില്ലേ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ കിട്ടും. ഉണ്ടാ ഇത്രേ ഉള്ളൂ. അതിന് നീ ഇങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ ഇത് കയറി ടൈറ്റ് ആവുള്ളൂ. ശരിക്കും പിള്ളേരെ കൂടെ കൂടിയിട്ട് ഇടത്തിട്ട് വലത്തിട്ട് എന്ന് പറഞ്ഞാൽ ഈ റേറ്റിലിടാന്ന് പറഞ്ഞാൽ നമുക്ക് റേറ്റിലിടാം. റേറ്റിൽ തോളിടാണ് റേറ്റിൽ എന്നിട്ട് ഇവിടെ തുഴയണ്ട.
ആ ആ കണ്ടു കണ്ടു. ഇതാന്നല്ലേ കുറച്ചുകൂടി പോട്ടെ, റൈറ്റ് ഇട്. പുറകോടെ പോയ ചെറുതല്ലേ? ഏയ് ചെറുതാ തൂളിയ ല്ലേ കളഞ്ഞറ നീ വല്ലിപ്പ് എടുക്കണ്ട മോനെ. അതാ ഞാൻ പറഞ്ഞത് അവിടെ ഇറക്കിയേക്ക്. വിവിട തിരിച്ചിട്ട് വിവിട ഉള്ളി പോണു. അതായത് ഒരു എവിടെ ചത്തിട്ട് അതായത് ഒരു കാര്യം പറ്റേ സ്ലിംഗ് ഷോട്ടിലാണ്, അപ്പോൾ അതിനുള്ള പവർ ഉണ്ടാവില്ല. അപ്പോൾ അത് ഉള്ളത് കളയാണ്ടിരിക്കാനുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി അവിടെ ലോക്കായി കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിപ്പോവുക. അല്ലെങ്കിൽ എവിടെ ഓളം നിന്നുട്ടാ ഇത് എന്നിട്ട് ഇത് അപ്പൂ വരെടുത്ത് റെഡി ആയിക്കോ. എന്നിട്ട് ഇത് പുല്ലാണ്. റോഹു മീൻ ആദ്യം കൂരിട്ടാ. അണ്ടാ ആ കൂട്ടാണ്ടാ പുല്ല്. നീ ഇത് കോരിക്കോട്ടാ, പുല്ലടക്കല്ല ഓടായിട്ട് എടുക്കുക നിൽക്കട്ടാ. അപ്പോൾ റെഡി ആയിക്കോ. കിക്കി വെച്ചോ 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 വെച്ചോ. തല തിരിഞ്ഞിട്ടില്ല. എന്നോ 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 കയറി വയറുമേ. അതാണ് അപ്പുറത്തേക്ക് കിടന്നേ. അതാണ് കിട്ടിയില്ലേ. ഏതൊരു നിൽക്കട്ടെ ഇവിടെ ഒരു മിനിറ്റ്. ഓട്ടയല്ല ഇത് ഓട്ടയൊക്കെണ്ടെന്ന് വെച്ചിട്ടൊക്കെ ഇത് ബോട്ട് അപ്പുറത്തേക്ക് കിടന്നുണ്ട്. ആദ്യം ഇതെടുത്ത് കളയട്ടെ. തിരക്കില്ല, ഇനി തിരക്കില്ല. ഞാൻ പറയില്ലേ തുഴയണ്ടെന്ന്. ഞാൻ അടിച്ചതിനെ ഞാൻ പറയില്ലേ തുഴയണ്ടെന്ന് പൊന്തും. ആര് മുഖ മുഖം മുഖത്തെന്താ തുഴയണ്ടു. ഞാൻ പറയില്ല തുഴയണ്ടെന്ന്. അത് പൊന്തു. കാരണം അതായത് അവർ പൊന്തി ഒരു 3 സെക്കൻഡ് അങ്ങോട്ട് ഉള്ളിലേക്ക് പുറത്തേക്ക് പോകും. അവരൊരു 3 സെക്കൻഡ് എയർ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ താഴും. അയ്യോ പിന്നെ ഒക്കെ പൊട്ടിപ്പോയല്ലേ. എവിടേക്ക് പോയി നോക്കിയാ ഇവിടെ ജോയിൻ ബ്രൈഡ് ആയിട്ടാ. ഫ്രണ്ടിക്ക് കഴിഞ്ഞോ ഫ്രണ്ടിൽ പോകോ പുറത്തേക്ക് പോയി നേരെ പോകോ. റൈറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റിൽ തുഴയാ. ഓക്കെ ലെഫ്റ്റ് റൈറ്റ്. ഹായ് ക്യാമറ ഓണാടാ. ഹായ് അവിടെ ഉണ്ട്. എവിടെ
പിന്നെ ഞങ്ങൾ വെട്ടിച്ചു എന്നൊക്കെ. അതെ. ഏയ് നിക്കല്ലേ അങ്ങടല്ല ഇങ്ങട് അവൻ തിരിച്ച് ആളെ കളിയാക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ദേ ഫോൺ നോക്കിയപ്പോൾ വലുത് വരണം. അങ്ങോട്ട് കൊണ്ട് വീട് അങ്ങോട്ട് പോണ്ട അതിനടിക്കാൻ പറ്റും ചിലപ്പോൾ. അങ്ങോട്ട് പോണ്ട ഇവനെ ഇങ്ങോട്ട് പിടിച്ചെടുക്കാം നമുക്ക്. ഇല്ലില്ല അതാ പറഞ്ഞ അങ്ങോട്ട് പോണ്ട വേറെ എവിടെയെങ്കിലും മാറ്റി ഒന്ന് ഇറക്കിട്ടോ ഒതുക്കി. ഇല്ലടാ അത് കയറില്ല, ഇപ്പം കയറില്ലേ പൊന്തി. അത് ഇവിടെ ഒന്ന് ഇറക്കി ബാക്ക് ഇറക്കിയ അതിൻ്റെ അത് ഇങ്ങടെ വരണേ. അപ്പൂ റെഡിയല്ലേ പോക്ക് എന്നോ പൊന്തിയറ നേടാ നിന്റെ ഫ്രണ്ടിൽ കേട്ടിട്ട് സെയിം സ്പോട്ടല്ലേ അത് തിരിച്ചറപ്പുറത്ത് ഇപ്പുറത്തിരിക്കി ഇപ്പുറത്തെ നാട്ടിന് തല തിരിക്കി തലൂരിടാ ഞാൻ മീനെ പിടിച്ചിട്ടുണ്ട്. വലിച്ചെടുക്കണത് ഒരു മിനിറ്റ് അതിനവിടെ ഒതുക്കി വയ്ക്കി പഠിക്കണ്ട അതിനെ മാറ്റി ഇതിലിട വെള്ളത്തിലിടാനേ അതിനെടുത്തിട്ടാ ഇല്ലടാ തേടാ അതിനെടുത്തിട്. കുടിക്കടാ എൻ്റെ മുന്നേ റോഗ് ഫ്രണ്ടിൽ പോലെ വടക്ക് അപ്പൊ ഈ രോമത്തിന് അടിക്കണ്ട ഞാൻ ഈ പറയണേ. തൂളിയടാ വേണ്ടാ കിടന്ന് പെട്ടക്കല്ലോ. നീ കുറഞ്ഞു കോരിക്കോ നിൻ്റെ ഒരു ഇത് കഴിഞ്ഞോട്ടെ. കട്ടള കുട്ടിയെ അല്ല അങ്ങനെ വെച്ചോ അത് വന്ന് കയറിയോളും. അല്ല നീ എനിക്കെന്തായാലും ഇത് പറ്റില്ല. തിരിച്ചു കയറ്റിടാ നമ്മളിത് അടിക്കുമ്പോഴേ ആ സമയമാണ് പോണേ. പിന്നെ മഴയ കാരണം കുഴപ്പമില്ല. എവിടെയും മീൻ ഉറങ്ങി കയറി പെടുന്ന് പടക്കിൻ്റെ പോവാ. മീനൊന്നും വെള്ളത്തിൽ കഴിക്കുള്ളൂ കേട്ടോ. കയറിയ സ്ഥലം മാറിപ്പോയാ ചേറൊക്കെ കൂടല്ലേ. എന്നാ ഇതിട്ട് ഇതാക്കി ചേട്ടാ. നീ ടെൻഷൻ അടിക്കില്ല കൈ മുറിയില്ലേ. അപ്പോഴും ചേറുമ്പോൾ തട്ടിണ്ട്. ആണോ അല്ലല്ല അടിക്കട്ടെ ഓ നിക്ക് അത് പോയിട്ടൊന്നുമില്ല. അതിൻ്റെ പുല്ലിനുള്ളിൽ കയറി എടുക്കണ്ട കുറേ കോരണ്ടേനെ അങ്ങോട്ട് വേട്ടാ ഫ്രണ്ട് ഈ ലെഫ്റ്റ് തൊഴി കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല പെടഞ്ഞു പോളോ. മീൻ പുറത്താ ദേ എടുക്കും ഇങ്ങോട്ട് കാട്ടിയേ വേണ്ട എന്നോ ഇങ്ങോട്ട് ലെഫ്റ്റ് ഇട് എന്നോ പൊന്തി റൈ. അതെ ആരെ അടി കൊണ്ടിട്ടുള്ളതാ തലയിലാ അന്ന് അടി കൊണ്ടിട്ടുള്ളതാ ബീബേട്ടാ. അന്നേ അടി കൊണ്ടിട്ടുള്ളതാ കണ്ടാ തലയിൽ പാട് കണ്ട വിഴുങ്ങി. ഇപ്പുറത്ത് ഇപ്പുറത്ത് തരാം നിനക്ക് വലത്ത് തരാം എന്നോ പിടിച്ചോ റെഡിയാ.
എന്നാ പിടിച്ചോ ദേടാ ഡീലറാ പിടിച്ചോ ദേടാ ഓടി എന്നാ അപ്പോ വെക്കറ വേഗം തല അന്ന് പൊളിഞ്ഞിട്ട് ഇങ്ങനെ അടി വേണ്ട ആയി തടി വിവേട്ടാ അന്നത്തെ അടിയേ നിറം തലേന്ന് വിളിക്കപ്പോണേ ഡാർട്ട് കുത്തല്ലേ വെക്കല്ലേ മീൻ വെക്കല്ലേട്ടാ ചാക്കിൽ വെക്കിട്ട് മീനെ ആ മീൻ ചാക്കിൽ വെച്ചോ നിൽക്കട്ടാ ഒരു മിനിറ്റ് ഇത് ഇതിലേ പോയി അടി തൊള്ള കൂടെ അല്ല ഇപ്പുറത്തോടെ കയറിയണേ ഇല്ലില്ല തിരിക്കാൻ പറ്റും തിരിച്ചറിഞ്ഞെങ്കിൽ ഇത് തിരിക്കാൻ പറ്റില്ലേ അല്ലല്ല ഇത് തുറന്ന് ഇത് തിരിച്ചാൽ മതി ആ മീൻ പടഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതാ പോയി എടുത്തോ വലിച്ചെടുത്തോ ഓക്കെ പിടിച്ചാ തുണ്ട് കീറിയുണ്ട് കുഴപ്പമില്ലല്ലോ ചുണ്ട് ചെറുതായിട്ടൊന്ന് കീറിയെന്ന് പറയേ റൈറ്റ് ഇട് ആ ഓക്കെ ഇവിടെ ലെഫ്റ്റ് പറഞ്ഞോട്ടെ ലെഫ്റ്റ് പറഞ്ഞോട് ഇട് ഞാനൊക്കെ ഇല്ല അത് നടുമുള്ളടിച്ചാരനാടാ നടുമുള്ളടിച്ചാരൻ പൊളിഞ്ഞതാ കഴിഞ്ഞു ഇവിടെ മഞ്ചി കയറ്റിട് അത് മാത്രമല്ല അതിൻ്റെ നടുമുള്ളിൽ അടി കൊണ്ടാണ് നടുമുള്ളിൽ അടി കൊണ്ടാ നീന്താൻ പറ്റില്ല അങ്ങനെ കൊടയിലടാ ജസ്റ്റ് എനക്ക വേണ്ടു ഇതേണ്ട നമ്മളെ ക്രോസ് പരടിച്ച മീനുള്ളട്ടാ ഒരു 25 മീനുണ്ട് ഒക്കെ ഒരു 3 കിലോ പ്ലസ് ആണ് റോഹു ഉണ്ട് മൃഗാലുണ്ട് ഗ്രാസ് കാർപ്പ് ഉണ്ട് കേട്ടോ ഇതാ അടുത്തൊന്ന് കണ്ടെടുത്ത സൈസ് കേട്ടാ ഹെവി സാധനമാണ് ഓക്കെ രാജിന്റെ